നമസ്കാരം. വെൽ ബാലൻസ്ഡ് സെറ്റിൽ സൈഡായിട്ട് നിൽക്കുന്ന ഇന്ത്യ ഒരു വശത്ത്, മറുവശത്ത് ടോപ്പ് ഓർഡർ തിളങ്ങാത്ത ബൗളിംഗ് നിരയിൽ സന്തുലിതാവസ്ഥ ഇല്ലാത്ത ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം. രണ്ടുപേരും കൂടി നാളെ 7 മണിക്ക് വാങ്കഡെ സ്റ്റേഡിയത്തിൽ മുംബൈയിൽ സെമി ഫൈനൽ രണ്ടാം മത്സരം കളിക്കുകയാണ്. വളരെ നിർണായകമായ മത്സരം കൂടിയായിരിക്കും. സൗത്ത് ആഫ്രിക്ക ന്യൂസിലൻഡ് സെമി ഫൈനൽ ഇന്ന് നടക്കുമ്പോൾ അതിൻ്റെ വിജയികൾ ആരാണ് എന്നത് തീരുമാനിച്ച് ഫൈനലിൽ ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരത്തിൻ്റെ എതിരാളികൾക്ക് വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുകയായിരിക്കും. എന്തായാലും ഈ മത്സരത്തെക്കുറിച്ച് നമ്മുടെ അനാലിസിസ് എങ്ങനെയായിരിക്കും ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരം പുരോഗമിക്കുക എന്നത് സംബന്ധിച്ചും നമുക്ക് വ്യക്തമായിട്ട് ഒന്ന് പരിശോധിക്കാം. ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോഴേക്കും വലിയ തോൽവി സൗത്ത് ആഫ്രിക്കയ്ക്ക് നേരെ വന്നു, 76 റൺസിൻ്റെ പരാജയം. പക്ഷേ ബാക്കി എല്ലാ മത്സരത്തിലും ഇന്ത്യ ഫ്ലൈയിങ് കളേഴ്സിലാണ് പുറത്തു വന്നത്. ഏറ്റവും ഒടുവിലത്തെ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ കളിക്കുമ്പോഴും ഇന്ത്യ ഹൈ ഓൺ കോൺഫിഡൻസ് തന്നെയായിരുന്നു. 195 റൺസ് വെസ്റ്റ് ഇൻഡീസ് പടുത്തുയർത്തിയെങ്കിൽ പോലും സഞ്ജു സാംസൺ എന്ന വൺ മാൻ ആർമിയിലൂടെ ഇന്ത്യ അത് ജയിച്ചെടുത്തെങ്കിൽ പോലും ഇന്ത്യ ആസ് എ ടീം ഹൈ ഓൺ കോൺഫിഡൻസ് തന്നെയാണ്. എന്നാൽ ഇംഗ്ലണ്ടിന് കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. നേപ്പാൾ ഇംഗ്ലണ്ടിനെ വിറപ്പിച്ചു, ഇറ്റലി ഇംഗ്ലണ്ടിനെ ഒന്ന് കിടുക്കി. കഴിഞ്ഞ മത്സരത്തിൽ ന്യൂസിലൻഡിനെതിരെ ജയിച്ചെങ്കിൽ പോലും അത് ഗ്ലെൻ ഫിലിപ്സിന് ഓവർ കൊടുത്ത മിച്ചൽ സാന്റനറുടെ പിഴവ് തന്നെയാണെന്നും പറയാതിരിക്കാൻ കഴിയില്ല. ഇംഗ്ലണ്ട് ജയിച്ചിട്ടുണ്ട്, ഇംഗ്ലണ്ട് ഗംഭീരമായ സൈഡാണ്. പക്ഷേ എന്നാൽ പോലും ആ വിജയത്തിന് ഒരു ആധികാര്യം ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റനായ ഹാരി ബ്രൂക്ക് പോലും എല്ലാ മത്സരത്തിലും കൊടുക്കില്ല. ഈ രണ്ട് ടീമുകളായി പരിശോധിച്ചാൽ ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലവേദന, വെല്ലുവിളി എന്ന് പറയുന്നത് ഓപ്പണേഴ്സ് തിളങ്ങാത്തത് തന്നെയാണ്. ഫിൽ സോൾട്ട് ആൻഡ് ജൂസ് ബട്ട്ലർ. ഈ T20 ലോകകപ്പിൽ തുടങ്ങുന്നതിന് മുമ്പ് ഏത് ടീമിൻ്റെ ഓപ്പണിംഗ് സ്ലോട്ട് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും അപകടകാരികളെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൽ ടോപ്പ് 2-ൽ പ്രധാനപ്പെട്ട നിൽക്കുന്ന 2 ഓപ്പണേഴ്സ് ഫിൽ സോൾട്ട് ആൻഡ് ജൂസ് ബട്ട്ലർ തന്നെയാണ്. സോൾട്ട് ആവട്ടെ തീരെ ഫോമിലല്ല, ബട്ട്ലർ ആവട്ടെ തൻ്റെ കരിയറിൻ്റെ ഏറ്റവും മോശം അവസ്ഥയിൽ നിൽക്കുകയാണ്. ഈ ഒരു പ്രതികൂലമായ സാഹചര്യം ഇംഗ്ലണ്ടിനെ ചെറുതായിട്ടൊന്നുമല്ല ബാധിച്ചിരിക്കുന്നത്. ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് ഇന്നറ്റ് 5-ൽ നിന്ന് കളിച്ചുകൊണ്ടിരുന്നത് ഇന്നറ്റ് 3-ലേക്ക് വന്നത് ഇംഗ്ലണ്ടിന് ഗുണകരമായി എന്നും പറയാതിരിക്കാൻ പറ്റില്ല. അതോടനുസരിച്ച് തന്നെ വിൽ ജാക്സിൻ്റെ പ്രകടനം ഇംഗ്ലണ്ടിന് വലിയൊരു രീതിയിൽ തന്നെയാണ് മാറ്റിയിരിക്കുന്നത്. നല്ലൊരു അവസ്ഥയിലേക്ക് ഇംഗ്ലണ്ടിനെ കഴിഞ്ഞ മത്സരത്തിൽ കൊണ്ടെത്തിച്ചതും നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ റെഹാൻ്റെ കാര്യവും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. റെഹാൻ അഹമ്മദും കൂടി ഇംഗ്ലണ്ട് ടീമിലേക്ക് വരുന്നതോടുകൂടി ഇംഗ്ലണ്ടിന് ഒരു സ്ട്രോങ് ബാറ്റിംഗ് ലൈനപ്പ് കിട്ടുന്നത് പോലെയുണ്ട്. ടോം ബാൻറ്റണും കഴിഞ്ഞ മത്സരത്തിൽ തിളങ്ങുന്നുണ്ടെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കളിക്കുകയാണ് ബാൻറ്റൺ. സാം കറൻ്റെ ഇന്നിങ്സും കഴിഞ്ഞ മത്സരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നിങ്സായി മാറി. അങ്ങനെ ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് ഓർഡർ എടുത്ത് നോക്കുമ്പോഴേക്കും ചിലർ തിളങ്ങും, ചിലർ തിളങ്ങുന്നില്ല എന്നൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഇംഗ്ലണ്ടിന് വലിയ പ്രതീക്ഷ ജോസ് ബട്ട്ലറിന് മേലെയാണ്. ഇതുപോലുള്ള മത്സരങ്ങളിൽ, പ്രത്യേകിച്ച് സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങളിൽ ജോസ് ബട്ട്ലർ സാധാരണയായി തിളങ്ങാറുണ്ട്. അത് പ്രതീക്ഷിക്കുകയാണ് ഇംഗ്ലണ്ടിൻ്റെ ടീം. നാളെ ഇറങ്ങുമ്പോൾ ജോസ് ബട്ട്ലർ തിളങ്ങുമെന്ന് പ്രതീക്ഷയിലാണ് ഇംഗ്ലണ്ട്. ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിലേക്ക് വരുമ്പോഴേക്കും അഴിച്ചുപണികൾ ഒരുപാടുണ്ടായിരുന്നു ഈ T20 ലോകകപ്പിൽ തന്നെ. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഒരു കോമ്പിനേഷൻ കൊണ്ടുവന്നത് ഫിക്സ് ചെയ്യാണ് ഇന്ത്യ. അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ കോമ്പിനേഷനുമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോകുമ്പോഴേക്കും അഭിഷേക് ശർമ്മ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മത്സരത്തിൽ 50 അടിച്ചു. കഴിഞ്ഞ മത്സരത്തിൽ തിളങ്ങാൻ കഴിഞ്ഞില്ല. സഞ്ജു സാംസൺ കഴിഞ്ഞ മത്സരത്തിൽ ജെം ഓഫ് എൻ ഇന്നിങ്സ്, അയാളുടെ ലൈഫ് ടൈമിൽ ഏറ്റവും ബെസ്റ്റ് ഇന്നിങ്സും കളിച്ചുകൊണ്ടുള്ള മൊമെൻറ്റവും കൊണ്ടായിരിക്കും അടുത്ത മത്സരത്തിൽ വരാൻ പോകുന്നത്. ഇനി എത്രയും ഇഷാൻ കിഷൻ വരുമ്പോഴേക്കും എപ്പോൾ വേണമെങ്കിലും തിളങ്ങാം, തള്ളിക്കളയാൻ കഴിയില്ല. സൂര്യകുമാർ യാദവ് എപ്പോൾ വേണമെങ്കിലും തിളങ്ങാം, തള്ളിക്കളയാൻ കഴിയില്ല. തിലക് വർമ്മ ലൈഫ് ടൈം ഫോമിൽ വിളിക്കാം. അങ്ങനെ നിൽക്കുന്നു ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പ്. ഹാർദിക് പാണ്ഡ്യ, ശിവം ദൂബെ, അക്സർ പട്ടേൽ എന്ന ഫിനിഷേഴ്സും കൂടി ഉള്ളപ്പോൾ ഇന്ത്യക്ക് ആശ്വാസവും കൂടിയാണ്. ഇനി ഇംഗ്ലണ്ട് ബൗളിംഗ് ലൈനപ്പിലേക്ക് വരുമ്പോഴേക്കും ദേ ആർ ഹെവിലി ഡിപ്പെൻഡൻ്റ് ഓൺ ജോഫ്ര ആർച്ചർ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ജോഫ്ര ആർച്ചറിൽ ഒരുപാട് പ്രതീക്ഷകൾ വെക്കുന്നുണ്ട് ഇംഗ്ലണ്ട് ബൗളിംഗ്. പവർ പ്ലേസിൽ തന്നെ 2-3 ഓവേഴ്സ് ജോഫ്ര ആർച്ചറിനെ കൊണ്ട് എറിയിച്ച് അവസാനത്തെ ഓവർ ബാക്കറ്റിൽ ജോഫ്ര ആർച്ചറിനെ കൊണ്ട് വരുമ്പോൾ എക്സ്പെൻസീവ് ആവുന്നതും നമ്മൾ കാണുന്നുണ്ട്. പവർ പ്ലേസിൽ ജോഫ്ര ആർച്ചർ ഒരു ബ്രേക്ക് ത്രൂ കൊടുക്കണമെന്ന് ഇംഗ്ലണ്ടിൻ്റെ ആവശ്യം ഭയങ്കരമായ ഒരു ബേർഡനായിട്ട് ആർച്ചറിൻ്റെ തോളിലേക്ക് വരുന്നുണ്ടോ എന്നുള്ള സംശയങ്ങളും കൂടി നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പറയാനാണെങ്കിൽ ലൂക്ക് വുഡും ജേമി ഓവർട്ടണും തിളങ്ങാത്തത് ഇംഗ്ലണ്ടിന് നിരാശയാണ്. ജോഫ്ര ആർച്ചറിനെ തിളങ്ങുന്നത് പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇംഗ്ലണ്ട് നോക്കുന്നൊരു പ്ലെയർ ആദിൽ റഷീദാണ്. ആദിൽ റഷീദ് എന്ന സ്പിൻ മാജിക്കിനെ കൺസോൾട്ടേറ്റഡ് ഓവേഴ്സിൽ 7-14 ഉപയോഗിക്കുന്നത് കുറച്ചധികം ബേർഡൻ ആവുന്നുണ്ടോ എന്നുള്ള സംശയം കൂടെ നിൽക്കുന്നുണ്ട്. എന്നാൽ പോലും ഒരു സീസോ നിൽക്കുകയാണ് ഇംഗ്ലണ്ട് ബൗളിംഗ്. അതും ഒരു പ്രശ്നമാണ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം. ആദിൽ റഷീദിനെ എങ്ങനെയാണോ ഇംഗ്ലണ്ട് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇന്ത്യ വരുൺ ചക്രവർത്തിയെ യൂസ് ചെയ്യുന്നത്. വരുൺ ചക്രവർത്തിയെ പിക്ക് ചെയ്യുന്നുണ്ടോ ഓപ്പോസിഷൻ ടീം എന്നൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. എല്ലാ മത്സരത്തിൽ വിക്കറ്റ് ഉണ്ടെങ്കിൽ പോലും എക്കോണമി ഓഫ് 9-10 ഒക്കെ വരുൺ ചക്രവർത്തി അടിക്കുന്നുണ്ട്. സാധാരണയായി കാണാറില്ല അങ്ങനെ. വളരെ എക്സ്പെൻസീവ് ആവുന്നുണ്ട് വരുൺ ചക്രവർത്തി. സാധാരണയായി വളരെ എക്കോണമിക്കലായി നിൽക്കുന്ന T20 ബോളർ ആണെങ്കിൽ ഇത്തവണ കുറച്ച് അടി വാങ്ങുന്നുണ്ട് ചക്രവർത്തി. തിരിച്ച് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അക്സർ പട്ടേൽ എന്ന ലെഫ്റ്റ് ആം ഓഫ് സ്പിന്നർ ഇന്ത്യക്ക് ഏറ്റവും ഗുണകരമായ പ്ലെയർ തന്നെയാണ്, തർക്കമൊന്നും തന്നെയില്ല.
ശിവം ദുബെ 12 അടി വാങ്ങുന്നത് കണ്ടതുകൊണ്ട് തന്നെ നമുക്കൊരു 6th ബൗളറായിട്ട് യൂസ് ചെയ്യാൻ ശിവം ദുബെ പേടിയാണ്. എസ്പെഷ്യലി ഇൻ ദ സെമി ഫൈനൽ സ്റ്റേജ് യൂസ് ചെയ്യാൻ പറ്റില്ല. സിംബാബ്വെക്കെതിരാണ് 2 ഓവർ 46 റൺസ് ദുബെ അടിച്ചതെന്ന് ഓർക്കണം. അതുകൊണ്ട് ദുബെയെ നമുക്ക് 6th ബൗളറായിട്ട് യൂസ് ചെയ്യാൻ ഒരു ചാൻസും ഇല്ല. അർഷദീപ് ആൻഡ് ജസ്പ്രീത് ബുംറ വിൽ ഓപ്പൺ ദ ബൗളിംഗ്. അതൊരു വലിയ പ്രതീക്ഷയാണ്. അർഷദീപ് എന്ന ലെഫ്റ്റ് ആം പേസറും ബുംറ എന്ന റൈറ്റ് ആം പേസറും നൽകാൻ പോകുന്ന തുടക്കം അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. അതുപോലെ തന്നെയാണ് ഹാർദിക് പാണ്ഡ്യ എന്ന ബൗളറും ഇന്ത്യക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന മാറ്റങ്ങൾ, ചേഞ്ചസ് ചെറുതൊന്നുമല്ല. ഇത് രണ്ടുമാണ് സൈഡ്. ഇന്ത്യ-ഇംഗ്ലണ്ട് മത്സരം നമുക്ക് 2022 സെമി ഫൈനൽ ഓർമ്മയുണ്ടാവും. ഇന്ത്യയെ ഇംഗ്ലണ്ട് പുറത്താക്കിയ മത്സരമാണ്. ഇന്ത്യ സെമി ഫൈനലിൽ പുറത്തായതും നമുക്ക് ഓർമ്മയുണ്ടാവും. അത് ഇതുപോലെ 2022 വേൾഡ് കപ്പിലാണ്. വീണ്ടും 4 വർഷങ്ങൾക്ക് ശേഷം T20 ലോകകപ്പിലേക്ക് വരുമ്പോഴേക്കും ഇന്ത്യ-ഇംഗ്ലണ്ട് വരുമ്പോൾ ജയമാർക്കൊപ്പമായിരിക്കും എന്നൊരു ചോദ്യം പ്രധാനമായി നിൽക്കുന്നുണ്ട്. പേപ്പേഴ്സിൽ 2 ടീം സ്ട്രോങ് ആണ്. എന്നാൽ തിളങ്ങുമെന്ന് പ്രതീക്ഷിച്ച ഇംഗ്ലണ്ട് താരങ്ങൾ തിളങ്ങാത്തത് ഇംഗ്ലണ്ടിന് തലവേദനയാണ്. ഇന്ത്യക്ക് എല്ലാവരും തിളങ്ങുന്നുമുണ്ട്. പക്ഷേ ഏതൊക്കെ മത്സരത്തിൽ ആരൊക്കെ തിളങ്ങുമെന്ന് ഉറപ്പ് പറയാനും കഴിയുന്നില്ല. അങ്ങനത്തെ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ പക്ഷേ എപ്പോഴെങ്കിലും ഒരാൾ മുന്നിലോട്ട് വരുന്നതും ഇന്ത്യൻ ടീമിൽ കാണാൻ കഴിയുന്നുണ്ട്. അതൊരു പ്രതീക്ഷ നൽകുന്ന വാർത്തയും കൂടിയാണ്. ഇംഗ്ലണ്ടിന് അതുപോലെ വിൽ ജാക്സ് ആണ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായി ജയിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വിൽ ജാക്സിനെ എപ്പോഴും റിലേ ചെയ്യാൻ ഇംഗ്ലണ്ടിന് കഴിയത്തുമില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ നിൽക്കുന്നുണ്ട് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരം. 7 മണിക്ക് വാങ്കഡെ സ്റ്റേഡിയത്തിൽ നാളെ നടക്കുന്ന മത്സരത്തിൽ ജയമാർക്കൊപ്പമായിരിക്കും എന്നൊരു സ്വാഭാവികമായ ചോദ്യമാണ്. ബാറ്റിംഗ് ട്രാക്ക് ആയിരിക്കും വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ടോസ് നേടിയ ടീം ബാറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ 180, 190, 200 ഇതായിരിക്കും ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നത്. ടോട്ടൽ ഡ്യൂ ഫാക്ടർ ഉണ്ടാകുമോ ഇല്ലോ എന്നുള്ള സംശയങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മഴ പെയ്താൽ, മഴയ്ക്ക് ഒരു സാധ്യതയുമില്ല, എന്നാൽ പോലും മഴ പെയ്യുകയാണെങ്കിൽ ഒരു റിസർവ് ഡേയിലേക്ക് മാറ്റും. അതിലും മഴ പെയ്ത് കുളമാവുകയാണെങ്കിൽ ജയം ഇംഗ്ലണ്ടിനൊപ്പമായിരിക്കും. കാരണം ടേബിൾ ടോപ്പേഴ്സ് ഇംഗ്ലണ്ടാണ്, ഇന്ത്യ 2nd പൊസിഷനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് മഴയൊന്നും പെയ്യില്ല എന്ന് പ്രതീക്ഷിച്ച് കളി 40 ഓവേഴ്സും ഉണ്ടാകുമെന്ന ധാരണയിൽ തന്നെ മുന്നോട്ട് പോകാം. വിൻ പ്രഡിക്ഷനായിട്ട് നിൽക്കുന്നത് 75-25 ഫോർ ഇന്ത്യ എന്ന രീതിയിൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ വിൽ ഫേസ് ദ വിന്നർ ഓഫ് ദ സെമി ഫൈനൽ 1 എന്ന രീതിയിൽ കണക്കുകൾ പോകാം. പക്ഷേ ക്രിക്കറ്റാണ്, ആർക്കും ഒന്നും പ്രവചിക്കാൻ കഴിയില്ല. രണ്ടും സ്ട്രോങ് സൈഡാണ്. വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുകയാണ് 2 രാജ്യങ്ങളുടെയും താരങ്ങളും പ്രേക്ഷകരും ഒട്ടാകെ തന്നെ കാത്തിരിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.